കോർപ്പറേറ്റ് റെഗുലേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയറിൻ്റെ ഇഷ്യൂ പ്രൈസസ്, അതുപോലെ തന്നെ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനുകൾ. അതിൽ വിവിധ തരത്തിലുള്ള എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാനുകൾ ഏതൊക്കെയാണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോക്കകത്ത് നമ്മൾ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്, അതിൻ്റെ സെബി ഗൈഡ് ലൈൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർപ്പറേറ്റ് റെഗുലേഷനിൽ ചെയ്ത മുഴുവൻ വീഡിയോസിൻ്റെയും ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറയുന്ന ഹെഡിന് താഴെയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് ഇഷ്യൂ പ്രൈസസ് ഓഫ് ഷെയർസ് എന്നുള്ളത്? Generally, shares of a company are issued at par, at premium and at discount. സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ ഷെയർ 3 രീതിയിലാണ് ഇഷ്യൂ ചെയ്യാറുള്ളത്. ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം ആൻഡ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പാർ എന്താണെന്ന് നോക്കാം. Shares are issued at par when subscribers are required to pay only the amount equal to the nominal or face value of the shares issued. നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിന് തുല്യമായിട്ടുള്ള എമൗണ്ട് മാത്രമേ സബ്സ്ക്രൈബേഴ്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ എങ്കിൽ അത്തരം ഇഷ്യൂവിനെ നമുക്ക് ഈ ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, if the face value of a share is ₹100 and the buyer is required to pay thereon ₹100 only, then it is known as shares issued at par. ഇപ്പോൾ ഷെയറിൻ്റെ ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ 100 രൂപയാണ്. അത് വാങ്ങിക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, ബയേഴ്സും 100 രൂപ മാത്രം പേ ചെയ്താൽ മതി ഉള്ളൂ എങ്കിൽ അതിനെ നമുക്ക് ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ എന്ന് വിളിക്കാവുന്നതാണ്. Then issue of shares at premium. When the issue price is greater than the par value of the shares issued, it is called issue of shares at premium. ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ പാർ വാല്യൂ മൂന്നും ഒരേ കാര്യം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ കൂടിയ ഒരു പ്രൈസിനാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അത്തരം ഷെയറുകളെയാണ് നമ്മൾ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയാം. A company is free to determine the price of issues and any amount may charged as premium. ഒരു കമ്പനിക്ക് ഇഷ്യൂ പ്രൈസ് എത്രയെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രീമിയം എത്ര വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. ഇപ്പം 100 രൂപ ഫേസ് വാല്യൂ ഉള്ളൊരു ഷെയർ 125 രൂപക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത്രയും കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുവാണെങ്കിൽ അതിന് നമുക്ക് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം എന്ന് പറയാവുന്നതാണ്. അപ്പോൾ അവിടെ 25 രൂപ അധികമായിട്ടാണ് ചാർജ് ചെയ്യുന്നത്. അതാണ് അവിടുത്തെ പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. A sum equal to the aggregate amount of the premium received on these shares shall be transferred to a securities premium account. അപ്പോൾ ഇങ്ങനെ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്ന ഷെയറിൽ നിന്നും എല്ലാമായിട്ട് കിട്ടിയിട്ടുള്ള ആ പ്രീമിയം എമൗണ്ട്, അധികമുള്ള എമൗണ്ട് ഒരു അക്കൗണ്ടിൽ നമുക്ക് മാറ്റേണ്ടതുണ്ട്. ആ അക്കൗണ്ടിൻ്റെ പേരാണ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. The securities premium account shall be treated as paid up share capital for the purpose of reduction of capital. ഈ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലെ ആ ഫണ്ടിനെ നമ്മളൊരു പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് ക്യാപിറ്റലിൻ്റെ റിഡക്ഷനൊക്കെ നടത്തുന്ന സമയത്ത് അന്നേരത്തെ പേയ്മെൻറ്റ് നടത്താനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. However, the amount of securities premium may be utilized for the following purposes. പിന്നെ കൂടാതെ താഴെ പറയുന്ന ഏതാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏതൊക്കെയാണ് സിറ്റുവേഷൻസ് നോക്കാം. ഒന്നിട്ട് ഇഷ്യൂ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ടുവേർഡ്സ് ദ അൺഇഷ്യൂഡ് ഷെയർസ് ഓഫ് ദി കമ്പനി ടു ദ മെമ്പേഴ്സ്. നമ്മൾ ഫുള്ളി പെയ്ഡപ്പായിട്ടുള്ള ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബോണസ് ഷെയറിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ കയ്യിലുള്ള ഫണ്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അവിടെ പൂർണ്ണമായിട്ടും അടച്ചു തീർത്ത രൂപത്തിലുള്ള ഷെയറുകൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതാണ്. അതിന്മേൽ പിന്നെ ഷെയർ ഹോൾഡേഴ്സ് പേയ്മെൻ്റ് ഒന്നും നടത്തേണ്ടതായിട്ട് വരില്ല. അപ്പോൾ അങ്ങനത്തെ ഫുള്ളി പെയ്ഡപ്പായിട്ടുള്ള ഷെയറുകൾ ബോണസ് ഷെയറായിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് ഉപയോഗിക്കാവുന്നതാണ്. To write off preliminary expenses of the company. കമ്പനിയുടെ പ്രിലിമിനറി എക്സ്പെൻസസ്, കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന കുറേ ചിലവുകളുണ്ട്. അത് ഓരോരോ വർഷങ്ങളിലായിട്ട് റൈറ്റ് ഓഫ് ചെയ്ത് പോവുകയാണ് ചെയ്യാറ്. അപ്പം
ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലൊക്കെ നമ്മൾ കാണിക്കുന്ന ഒന്നാണ് പ്രിലിമിനറി എക്സ്പെൻസുകൾ. അത്തരം പ്രിലിമിനറി എക്സ്പെൻസുകൾ എഴുതി തള്ളാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. To write off expenses or commission paid or discount allowed on an issue of shares or debentures. ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിബഞ്ചർ ഒക്കെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഉള്ള എക്സ്പെൻസുകൾ അല്ലെങ്കിൽ കമ്മീഷൻ, അന്നേരത്തെ കമ്മീഷൻ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കമ്മീഷൻ പേയ്മെൻറ്റിന് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അത്തരം ചിലവുകളൊക്കെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. To provide for the premium payable on redemption of any redeemable preference shares or debentures. നമ്മൾ പ്രിഫറൻസ് ഷെയറുകളോ ഡിബഞ്ചറുകളോ ഒരു സർട്ടൺ പീരീഡിന് ശേഷം മാർക്കറ്റിൽ നിന്ന് റിഡീം ചെയ്യാറുണ്ട്. കമ്പനി അവ തിരിച്ചു വാങ്ങിക്കാറുണ്ട്. അതിനാണ് റിഡംഷൻ എന്ന് പറയുക. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് കമ്പനി ആ ഷെയറും ഡിബഞ്ചറൊക്കെ വാങ്ങിക്കും. പകരം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കമ്പനി കൊടുത്ത് തീർക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ റിഡംഷൻ പല രീതിയിൽ ചെയ്യാം. ഈ റിഡംഷന് നമുക്ക് പ്രീമിയത്തിന് റിഡംഷൻ നടത്താം. അപ്പോൾ പ്രീമിയത്തിന് റിഡംഷൻ നടത്തുക എന്ന് പറയുമ്പോൾ അധിക എമൗണ്ടാണ്. ഇവിടെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്നത് കമ്പനി അങ്ങോട്ടേക്കാണ്. അപ്പോൾ അങ്ങനത്തെ ആ പ്രീമിയം പേ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് കമ്പനിക്ക് ഈ ഒരു പ്രീമിയം അക്കൗണ്ടിലെ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. For the purchase of its own shares or other securities under Section 68. Section 68 പ്രകാരം സ്വന്തം സെക്യൂരിറ്റീസോ ഷെയർസോ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ ഫണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. Even when shares are issued at a premium for consideration other than cash, sum equal to the amount of premium must be transferred to the securities premium account. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തതിന് എന്തെങ്കിലും ഒരു നോഹോ പ്രൊവൈഡ് ചെയ്തതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഒരു പ്രതിഫലമായിക്കൊണ്ട് കൺസിഡറേഷൻ ആയിക്കൊണ്ട് നമ്മൾ ഷെയർസ് കൊടുത്തു എന്ന് വരാം. അപ്പോൾ അത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിക്ക് അവരുടെ വർക്കിന് പകരം നമ്മൾ കൊടുക്കുകയാണ്. നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ആ ഷെയറിന്മേൽ കിട്ടേണ്ടതായിട്ടുള്ള പ്രീമിയം എമൗണ്ട് എത്രയാണോ അതിന് തത്തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കേണ്ടതായിട്ട് വരും. ദെൻ തേർഡ് വണ്ണാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. Issue of shares at a discount means issue of shares below its face value. ഷെയറിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂവിനേക്കാളും താഴെയുള്ളൊരു വിലയ്ക്കാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയാം. 100 റുപ്പീസാണ് ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ. അത് ഇഷ്യൂ ചെയ്യുന്നത് 90 റുപ്പീസിനാണെങ്കിൽ അത് ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. Section 53 of Companies Act 2013 put a prohibition on issue of shares at discount. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 53 പ്രകാരം ഷെയർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. According to Section 53, a company shall not issue shares at discount and any share issued by a company at a discount price shall be void. അപ്പോൾ ഈ സെക്ഷൻ പ്രകാരം നമുക്ക് ഡിസ്കൗണ്ടിന് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ തന്നെയും അത് വോയിഡ് ആയിരിക്കും, അസാധുവായിരിക്കും. But there is an exception to this rule that the company can issue sweat equity shares at a discount to its directors or employees. സെക്ഷൻ 54-നകത്ത് പക്ഷേ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമുക്കിതിന് എക്സെപ്ഷൻ ഉണ്ട്. നമുക്കിങ്ങനെ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. അതെപ്പോഴാണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഡയറക്ടേഴ്സിനോ മറ്റോ എംപ്ലോയീസിനോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ഡയറക്ടേഴ്സിനും എംപ്ലോയീസിനൊക്കെ തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഒരുവിധം ഷെയറാണ്. അന്നേരത്ത് അത് ഡിസ്കൗണ്ടിന് നമുക്ക് ഇഷ്യൂ ചെയ്യാവുന്നതാണ്. If a company issues shares at a discount, the company shall be punishable with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees. അപ്പോൾ ഇങ്ങനെ എങ്ങാനും ഷെയർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി പണിഷബിളാണ്. കമ്പനി അതിന് ഫൈൻ കൊടുക്കേണ്ടതായിട്ട് വരും. 1 ലക്ഷം തൊട്ട് 5 ലക്ഷം വരെയൊക്കെയുള്ളിൽ, മിനിമം 1 ലക്ഷമാണ്, മാക്സിമം 5 ലക്ഷം വരെയൊക്കെ ഫൈൻ വന്നേക്കാവുന്നതാണ്. അപ്പം നമ്മുടെ മിസ്റ്റേക്കിൻ്റെ തോത് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ഈ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കും. ആൻഡ് എവറി ഓഫീസർ who is in default shall be punishable with imprisonment for a term which may extend to 6 months or with a fine which shall not be less than 1 lakh rupees but which may extend to 5 lakh rupees or with both. ഇനി ഇങ്ങനെ മിസ്റ്റേക്ക്
അമർത്തുന്നതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ഓഫീസേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരും പനിഷബിളാണ്. അവർക്ക് ഒരു 6 മാസം വരെയൊക്കെ നീണ്ടേക്കാവുന്ന ഇംപ്രിസൺമെൻറ്റ് അല്ലെ ജയിൽ ശിക്ഷ ലഭിച്ചേക്കാം. മാക്സിമം 6 മാസം വരെയാണ് വരിക. അതോടൊപ്പം ഫൈന് ലഭിച്ചേക്കാം. ഫൈന് 1 lakh to 5 lakh തന്നെയാണ്. ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് ലഭിച്ചു എന്ന് വരാം. ദെൻ നെക്സ്റ്റ് ഏരിയ ആണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ESOP എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ പറയുന്ന ഒന്നാണിത്. Employee stock option means the option given to the directors, officers or employees of a company or of its holding company or subsidiary company or companies. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനി ആവാം, അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡിയറി കമ്പനി ആവാം, അല്ലെങ്കിൽ കമ്പനികളാവാം. ഇവയുടെ ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, എംപ്ലോയീസ് തുടങ്ങിയവർക്ക് കിട്ടുന്ന ഒരു ഓപ്ഷനാണിത്. എന്തിൻ്റെ ഓപ്ഷനാണ്? which give such directors, officers or employees the benefit or right to purchase or to subscribe for the shares of the company at a future date at a predetermined price. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ, ഭാവിയിലെ ഒരു ഡേറ്റിൽ പ്രീഡിറ്റർമിൻഡ് പ്രൈസിന്, നേരത്തെ ഫിക്സ് ചെയ്യപ്പെട്ട ഒരു പ്രൈസിന് ഷെയർ വാങ്ങിക്കുന്നതിനുള്ള, ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള റൈറ്റ്, ബെനിഫിറ്റ് ഡയറക്ടേഴ്സിന്, ഓഫീസേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് നൽകുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു അവസരം കൊടുക്കുന്ന ഒരു ഓപ്ഷനാണെന്ത്? എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത്. The advantage of ESOP is that the exercise price remains fixed over the term of the option. അപ്പം ഈ ഒരു ESOPിൻ്റെ പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് ആ ഒരു ഓപ്ഷന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് ഏതാണോ ആ കാലയളവിലേക്ക് സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഫിക്സഡ് ആയിരിക്കും. നമുക്കറിയാം ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും അല്ലേ. ചിലപ്പോൾ കൂടാം അല്ലെങ്കിൽ കുറയാം. അപ്പോൾ നമ്മൾ വാങ്ങാൻ തയ്യാറാവുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പനി നമുക്കൊരു ദിവസം ഇത്ര രൂപക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞു, അന്ന് ദിവസം വാങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ പ്രൈസ് മാറിയെന്ന് വരാം. പക്ഷേ ഈ ഒരു പ്ലാൻ പ്രകാരം അങ്ങനെ ഒരു അവസരം കിട്ടിയ എംപ്ലോയീസിനെ സംബന്ധിച്ചിടത്തോളം ആ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന പീരീഡ് എത്രയാണോ ആ ഒരു പീരീഡിനുള്ളിൽ മുഴുവനായിക്കൊണ്ട് കമ്പനി പറഞ്ഞിരിക്കുന്ന അതേ പ്രൈസിന് അവർക്ക് ഷെയർ ലഭിക്കുന്നതായിരിക്കും. ഇപ്പം ഒരു 3 മാസത്തെ പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. അതിൽ 300 രൂപയ്ക്ക് ഒരു പെർട്ടിക്കുലർ ഷെയർ വാങ്ങിക്കാൻ അനുമതി കമ്പനി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 3 മാസത്തിനോടൊക്കെ മാർക്കറ്റിൽ എന്ത് റേറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാലും ആ 300 രൂപയ്ക്ക് തന്നെ അവർക്ക് ഷെയർ വാങ്ങിക്കാം എന്നുള്ളതാണ്. So the employees would exercise his option when the market price of the shares goes substantially high and he would gain on the difference between the market price and exercise price. അപ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റ് നിൽക്കുന്നതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ആ ഒരു പീരീഡിനുള്ളിൽ മാർക്കറ്റ് പ്രൈസ്, ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് എപ്പോഴാണോ വളരെയധികം കൂടുന്നത് അന്ന് നേരത്തെ അവർക്ക് ഈ ഓപ്ഷൻ നടപ്പിലാക്കാം. അവർ കുറഞ്ഞ റേറ്റിന് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിക്കാം. എന്നിട്ട് ഈ മാർക്കറ്റ് പ്രൈസും എക്സൈസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ ഗെയിൻ അവർക്ക് നേടിയെടുക്കുകയും ചെയ്യാം. ഇപ്പം 300 രൂപയ്ക്ക് വാങ്ങാൻ കമ്പനി അനുമതി കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൽ ആ ഷെയർ പ്രൈസ് 500 രൂപയായിട്ട് കൂടിയിട്ടുണ്ടെന്ന് വെക്കാം. എങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 300 രൂപയ്ക്ക് ഇവർക്ക് ഷെയർ വാങ്ങിക്കാം. 300-500 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 200 രൂപയാണ്. 200 രൂപയുടെ നേട്ടം അവരുണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ വാങ്ങിച്ച ഉടനെ തന്നെ ആ ഷെയർ വിറ്റ് കഴിഞ്ഞാലും അവർക്ക് 200 രൂപ ലാഭം കിട്ടും. 300 രൂപയ്ക്ക് വാങ്ങിച്ചത് 500 രൂപയ്ക്ക് അവർക്ക് വിൽക്കാൻ സാധിക്കും. 200 രൂപ ഗെയിൻ ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ESOPs. വിവിധ തരത്തിലുള്ള ESOPs ഏതൊക്കെയാണെന്ന് നോക്കാം. ESOP can be a one-time plan or an ongoing scheme depending upon the objectives that the company wants to achieve. കമ്പനി എന്ത് ഒബ്ജക്റ്റീവാണോ ഇത് വെച്ചിട്ട് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പലതരത്തിലുള്ള സ്കീമുകൾ, പ്ലാനുകൾ അവർക്ക് കൊടുക്കാറുണ്ട്. അത് വൺ ടൈം പ്ലാൻ ആവാം, അതായത് ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവാം, അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് സ്കീമാവാം, അതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു സ്കീമായിട്ടൊക്കെ അത് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ESOP can be in the form of ESOS. The എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമുകളുണ്ട്. ESPP എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാനുകളുണ്ട്. SAR ഉണ്ട്, കോമ്പൻസേഷൻ പ്ലാൻസ് ഉണ്ട്, ഇൻസെൻറ്റീവ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ ആദ്യത്തെ 3 നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ESOS. Under the scheme, the company grants an option to its employees to acquire shares at a future date at a predetermined price. നേരത്തെ ഫിക്സ് ചെയ്തൊരു പ്രൈസിന് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർ വാങ്ങിക്കാൻ എംപ്ലോയീസിന് അവസരം കൊടുക്കുന്ന
ഒന്നാണ് ഈ പറയുന്ന സ്കീമിൽപ്പെട്ട ESOP എന്ന് പറയുന്നത്. Eligible employees are free to acquire shares on vesting within the exercise period. ഇതിന് എലിജിബിൾ ആയിട്ടുള്ള യോഗ്യതയുള്ള എംപ്ലോയീസ് ആരാണോ അവർക്ക് ആ ഒരു എക്സൈസ് പീരീഡിനുള്ളിൽ ആ ഷെയർ വാങ്ങിച്ചാൽ മതിയാവും. വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരിക്കും. ഇപ്പം ഇതുപോലെ 3 മാസമാണ് സമയമെങ്കിൽ ആ 3 മാസത്തിനുള്ളിൽ ഈ ഓപ്ഷൻ എക്സൈസ് ചെയ്താൽ മതിയാവും. Employees are free to dispose of the shares subject to lock-in period if any. അപ്പം എംപ്ലോയീസ് അതുപോലെ അത് വിറ്റ് ഒഴിവാക്കണമെങ്കിൽ ഡിസ്പോസ് ചെയ്യണമെങ്കിൽ അതിന് അവർക്ക് ഫ്രീഡം ഉണ്ട്. ലോക്കിൻ പീരീഡ് എങ്ങാനും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വിധേയമായിട്ടത് ചെയ്യണം. ഇല്ലാതെയും ഈ സ്കീം വർക്ക് ചെയ്യുന്നതായിരിക്കും. അതില്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. ലോക്കിൻ പീരീഡ് ഉണ്ട് എങ്കിൽ അത് ഡിസ്പോസ് ചെയ്യുന്നതിന് ആ ലോക്കിൻ പീരീഡ് കഴിഞ്ഞിട്ട് സാധ്യമുണ്ടാവുള്ളൂ. Generally, excise price is lower than the prevalent market price. സാധാരണഗതിയിൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞൊരു പ്രൈസ് ആയിരിക്കും എക്സൈസ് പ്രൈസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക. Then employee stock purchase plan. This is generally used in listed companies wherein employees are given the right to acquire shares of the company immediately, not at a future date at a price lower than the prevailing market price. ഇത് സാധാരണ ലിസ്റ്റഡ് കമ്പനീസിലാണ് ഇത് കാണാറുള്ളത്. അത്തരം കമ്പനീസാണ് ഇങ്ങനത്തെ ഒരു അവസരം കൊടുക്കാറുള്ളത്. ഇവിടെ തൊട്ട് മുമ്പത്തേന്ന് പറഞ്ഞ് ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പെർട്ടിക്കുലർ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിന് മീൻസ് മാർക്കറ്റിലുള്ള പ്രിവൈലിംഗ് ആയിട്ടുള്ള പ്രൈസ് എത്രയാണോ അതിനേക്കാളും കുറഞ്ഞൊരു പ്രൈസിന് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ് ഷെയർസ് വാങ്ങിക്കാവുന്നതാണ്. അത് പറഞ്ഞ ഉടനെ തന്നെ ആ ഡേറ്റിന് തന്നെ വാങ്ങിച്ചിരിക്കണം. തൊട്ട് മുമ്പത്തേനെ പോലെ ഒരു പീരിയഡ് അവൈലബിൾ ആയിരിക്കില്ല. 3 മാസമെന്നോ 2 മാസമെന്നോ പറഞ്ഞിട്ട് പീരിയഡും ആ പീരിയഡിനുള്ളിൽ എക്സൈസ് ചെയ്യുന്നുള്ള രീതി ഇവിടെ ഇല്ല. മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിന് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഷെയർ വാങ്ങിക്കാൻ അവസരം കൊടുത്താൽ അത് അന്ന് തന്നെ വാങ്ങിക്കാം. ഇമ്മീഡിയറ്റായിട്ട് അത് നടപ്പിൽ വരുത്തേണ്ടതായിട്ട് വരും. ഷെയർസ് ഇഷ്യൂഡ് ബൈ ലിസ്റ്റഡ് കമ്പനീസ് അണ്ടർ ESP വിൽ ബി സബ്ജക്ട് ടു ലോക്ക്-ഇൻ പീരിയഡ്. ഇവിടെ ലോക്ക്-ഇൻ പീരിയഡിന് വിധേയമായിരിക്കും. ലോക്ക്-ഇൻ പീരിയഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇത്ര കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞിട്ട് അത് വിൽക്കാവൂ എന്നുള്ള കണ്ടീഷനാണ്. ഇപ്പോൾ 1 ഇയർ ലോക്ക്-ഇൻ പീരിയഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ എംപ്ലോയി വാങ്ങിച്ച് 1 ഇയർ തികഞ്ഞതിന് ശേഷം മാത്രമേ അയാൾക്ക് വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലോക്ക്-ഇൻ പീരിയഡ് ഉണ്ടായിരിക്കും ESPൻ്റെ കേസിൽ. ഈ ESOSന് ലോക്ക്-ഇൻ പീരിയഡ് ഉണ്ടാവണമെന്നില്ല. ഇതിന് ലോക്ക്-ഇൻ പീരിയഡ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് അത് സെല് ചെയ്യാൻ പറ്റുള്ളൂ. As a result, the employee cannot sell the shares and the employee has to continue with the employer for a certain number of years. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് ഷെയർ സെല് ചെയ്യാൻ പറ്റില്ല. എംപ്ലോയി ആ ഒരു എംപ്ലോയറുടെ അടുത്ത് തന്നെ ഏതാനും വർഷം കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം 1 വർഷം 2 വർഷമൊക്കെ ലോക്കിൻ പീരീഡ് വെച്ച് കഴിഞ്ഞാൽ അത്രയും പീരീഡ് വരെയൊക്കെ അവർ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. Then share appreciation rights. Share appreciation rights SAR. Under the scheme, no shares are offered or allotted to the employee. ഇവിടെ എംപ്ലോയിക്ക് ഒരു ഷെയറോ മറ്റൊന്നും ഓഫർ ചെയ്യുക അലോട്ട് ചെയ്യുന്നില്ല. The employee is given the appreciation in the value of shares between 2 specified dates as an incentive or performance bonus. ഇവിടെ 2 ഡേറ്റ്, ആ 2 ഡേറ്റിനുള്ളിൽ ഷെയറിന് ഉണ്ടായിട്ടുള്ള വാല്യൂവിലുള്ള ഷെയറിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ആ ഒരു അപ്രീസിയേഷൻ ഇൻക്രീസ് എത്രയാണോ അത് അവർക്കൊരു ഇൻസെൻറ്റീവായിട്ട് അല്ലെങ്കിൽ പെർഫോമൻസ് ബോണസായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ജൂൺ 1 അതുപോലെ തന്നെ ഓഗസ്റ്റ് 1 ഈ ഒരു പീരീഡ്, ഒരു എക്സാമ്പിളിന് ചെറിയൊരു പീരീഡ് പറഞ്ഞാണ് ജൂൺ 1 ഓഗസ്റ്റ് 1 ഇതാണ് പീരീഡ്. അപ്പോൾ ജൂൺ 1 ഉള്ള ഒരു പ്രൈസും അതുപോലെ തന്നെ ഓഗസ്റ്റ് 1 ഒരു പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എത്രയാണോ ആ വ്യത്യാസം, അപ്പം ആദ്യം 100 രൂപയാണ്, ഓഗസ്റ്റിന് 150 രൂപയായിട്ടുണ്ടെങ്കിൽ 50 രൂപ ഡിഫറൻസ് ആണ്. 50 രൂപ ഇൻസെൻറ്റീവായിട്ട് എംപ്ലോയിക്ക് കിട്ടുന്ന അവസ്ഥ. അത് എത്ര ഷെയർ എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും ഷെയർ കൊടുക്കുന്നില്ല. അപ്രീസിയേഷൻ എത്ര വെച്ച് കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നീട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലിങ്ക് ടു ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ആസ് എ ഹോൾ. അപ്പോൾ ഇത് കമ്പനിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. കമ്പനിയുടെ പെർഫോമൻസ് മെച്ചപ്പെടുമ്പോഴേ ഇങ്ങനെ ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ESOSുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.